ഗൈസ്, ദിസ് ഈസ് മീ മേഘ. ഇന്ന് ഞാൻ ക്ലേ കൊണ്ട് ഒരു പീസ് ഓഫ് പപ്പായാണ് ഉണ്ടാക്കി നോക്കാൻ പോകുന്നത്. പപ്പായക്ക് പല നാട്ടിലും പല പേരുകളാണ്. കപ്പയ്ക്ക, കപ്പളങ്ങ, ഓമയ്ക്ക, പപ്പങ്ങ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. മിക്ക പപ്പായക്കും ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ പിയറിന്റെ ഷേപ്പ് ആയിരിക്കില്ലേ. ഞാനിവിടെ ഓവൽ ഷേപ്പിലാണ് ഒരു കുഞ്ഞു പീസ് ഓഫ് ക്ലേ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. കുറച്ച് തിക്നെസ് കൂട്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഞാൻ കട്ട് ചെയ്തെടുത്ത ക്ലേ ഫുള്ളി ഒരു ഓവൽ ഷേപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡ്രോപ്പിന്റെ ഷേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ക്ലേ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിന്റെ എൻഡ് പോർഷൻസ് ഫുള്ള് ഞാൻ കുറച്ചൊന്ന് ഉയർത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന്. നടുക്കത്തെ പോർഷൻ കുറച്ചൊന്ന് താഴ്ത്തിയും കൊടുത്തിട്ടുണ്ട്. സീഡിന്റെ പോർഷൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലേ കൊണ്ട് തന്നെ കുറേ കുഞ്ഞു കുഞ്ഞു ബോൾസ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ അതിന്റെ സെന്ററിലോട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. സൈഡ്സ് ഷേപ്പ് ചെയ്യാനായിട്ട് ഞാൻ സ്കൾപ്റ്റിംഗ് സ്പാച്ചുലാസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ ഒരു 5 പീസസ് ആണ് വരുന്നത് ഒരു പാക്കറ്റിൽ. ഓറഞ്ചിന്റെ 2 ഷെയ്ഡ്സ് ആണ് ഈ പപ്പായ്ക്ക് വേണ്ടി ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഡാർക്ക് ഓറഞ്ച് ഇന്നർ പോർഷനിലും ലൈറ്റ് ഓറഞ്ച് കൊണ്ട് ഞാനൊരു ഔട്ട്ലൈനും അതുപോലെ തന്നെ സീഡ്സിന്റെ ചുറ്റിലായിട്ട് ഒരു തിക്ക് ലെയറും കൊടുത്തിട്ടുണ്ടായിരുന്നു. സീഡ്സിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴത്തേനും പോലെ തന്നെ ഞാൻ റെസിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. റെസിൻ ഞാൻ മിക്സ് ചെയ്യുന്ന പ്രപ്പോർഷനിൽ എന്തെങ്കിലും വ്യത്യാസം ഉള്ളതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഡ്രൈ ആയി കഴിയുമ്പോൾ ചെറിയൊരു വൈറ്റ് പാച്ചസ് വരുന്നുണ്ട്. പപ്പായ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.